മഴതോരു മുംബൈയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലേന്ദ്രന്റെ ഫോണിൽ വിളിച്ചിട്ട് ശിവൻ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അലീനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടേ പോരുള്ളൂ, എനിക്ക് എന്റെ പെങ്ങളും പെങ്ങളുടെ മക്കളുമാണ് പ്രധാനപ്പെട്ടത്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാലേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുമ്പോ ശിവേട്ട ഭീഷണിപ്പെടുത്താതെ നേരിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ബാലേന്ദ്രൻ പറയുന്നത്. വരും ഒരു മുന്നറിയിപ്പ് തന്നതാ. പിന്നെ ഇന്ന് അലീന എറണാകുളത്ത് പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച് കേട്ടു. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് നല്ലതാണ്. അങ്ങനെയാകുമ്പോൾ ഞങ്ങളുടെ ജോലി കുറഞ്ഞു കിട്ടുന്നൊക്കെ വലിയ ആളെ പോലെ പറയാനുണ്ട് ശിവൻ. ഇത് കേട്ട് ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ തള്ളു കേട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സമയമില്ല, നേരിട്ട് വാ, ഞാൻ ഫോൺ വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫോൺ വെക്കുവാണ്. ഫോൺ വെച്ചതിന് ശേഷം ശിവൻ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, അയാൾ ഒരു വിധത്തിലും വഴങ്ങുന്ന ലക്ഷണമില്ലല്ലോ രാജീവ എന്ന്. കേട്ടോടനെ രാജീവനാണെന്നുണ്ടെങ്കിൽ പറയാനുള്ളത് പറഞ്ഞു, ഇനി ചെയ്ത് കാണിക്കുക എന്ന് പറയാണ്. അത് കഴിഞ്ഞ് വൈജിയാണെന്നുണ്ടെങ്കിൽ രാജീവനെ വിളിച്ചിട്ട് അവരെല്ലാം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിക്കണേ, ഇവിടെ ബബിയും രോഹിയാണെന്നുണ്ടെങ്കിൽ അവരെ കാണാൻ വേണ്ടിയിട്ട് കോളേജിൽ പോലും പോവാതെ ഇവിടെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അതേസമയം കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ അലീന ലഞ്ച് ബോക്സും ഒക്കെ ആക്കി ബാഗിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണമോളുടെ മുഖഭാവം കാണുന്ന സമയത്ത് മോള് പേടിക്കൊന്നും വേണ്ട, ഇവിടെ ഒന്നും സംഭവിക്കില്ല, മോള് പോയിട്ട് വാ എന്ന് പറയാണ് അലീന. പക്ഷെ അപ്പോഴും കൃഷ്ണമോൾക്ക് നല്ല ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളത്തുനിന്ന് അവർ വരുന്ന സമയത്ത് ചേച്ചി അവരുടെ കൂടെ പൊക്കോ എന്ന് പറയാണ്. മോളെ, ഞാനെല്ലാം അച്ഛന് വിട്ടുകൊടുത്തിരിക്കുകയാണ്, അച്ഛൻ എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യത്തുള്ളൂ. എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ചേച്ചി എപ്പോഴാ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 2-3 ദിവസത്തിനകം വരുമെന്ന് പറയാണ്. തുടർന്ന് ചേച്ചി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് ഇറങ്ങുന്ന സമയത്ത് ബബിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലീവ് എടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു അടി കാണാൻ വേണ്ടി പറ്റും, അവര് വരുന്ന സമയത്തെ നിങ്ങള് വീഡിയോ എടുത്ത് വെച്ചാൽ മതി, കയ്യില് ഫോണുണ്ടല്ലോ, എടി കളിയാക്കണ്ട, നീ വരുന്നതിന് മുമ്പ് അവര് പോകുന്നേ. ഇല്ല അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ വന്നിട്ട് പോയാ മതിയെന്ന്. പാവങ്ങള് എന്നെ ഒന്ന് കണ്ടിട്ട് പോട്ടെ എന്നൊക്കെ കൃഷ്ണമോളുടെ സംസാരം കേൾക്കുമ്പോ അച്ഛന്റെ മോള് തന്നെ എന്ന് വൈജ. അമ്മയുടെ മോളും ഇവിടെ ഉണ്ടല്ലോ. അത് കേട്ട് വൈജയാണെങ്കിൽ ബബിതയെ നോക്കുമ്പോ എന്നെ ഉദ്ദേശിച്ചാന്ന് ബബിതയും പറയുന്നുണ്ട്. തുടർന്ന് കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കാതെ അവിടുന്ന് പോവാണ്. തുടർന്ന് കടപ്പാട്ടൂരേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രേവതിക്കുട്ടിയെയും അങ്കിളിനെയും ആന്റിയുമാണ് കാണിക്കുന്നത്. മാപ്പ് നോക്കി രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇനി ഒരു അരമണിക്കൂറും കൂടി ഉള്ളൂ അങ്കിളെ ഡ്രൈവ്. എടി മോളെ, നല്ലപോലെ നോക്കിക്കോട്ടോ, ചിലപ്പോ ഗൂഗിൾ ആന്റി നമ്മളെ ചതിച്ചെന്നൊക്കെ വരും, റോഡാണെന്ന് പറഞ്ഞ് ചിലപ്പോ തോട്ടിൽ കൊണ്ടേ വിട്ടെന്നൊക്കെ വരും, അതുകൊണ്ട് നീ സൂക്ഷിച്ചിട്ടൊക്കെ നോക്കണേ. ഞാൻ നല്ലപോലെയൊക്കെ നോക്കുന്നുണ്ടെന്ന് രേവതിക്കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ ഇവളുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇവളാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന്. ആന്റി, ഈ ബാക്ക് സീറ്റ് ഡ്രൈവർ എന്നുള്ള കാര്യം കേട്ടിട്ടില്ല എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അത് ഭാര്യമാരെ പറയുന്ന പേരാടി. ഇത് കേട്ട രേവതിക്കുട്ടി, ഞാനോ ഒരു ഭാര്യയാവും ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കോന്തന്റെ. അത് കേട്ട ഗ്രേസി ആണെന്നുണ്ടെങ്കിൽ മാമച്ച കേട്ടോ എന്ന മട്ടിലെ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇവളെയൊക്കെ ഇനി ആര് കിട്ടും? എന്തായാലും എനിക്ക് ആന്റിയുടെ ഹസ്ബൻഡിനേക്കാളും നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടുമെന്ന് പറയണേ. ഇത് കേട്ട ഗ്രേസി മാമച്ചന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മതിയല്ലോ, കിട്ടിയല്ലോ, നിനക്ക് എന്തായാലും വെച്ചിട്ടുണ്ടടി എന്ന് മാമച്ചനും. അങ്ങനെ അവര് യാത്ര തുടരുകയാണ്. അത് കഴിഞ്ഞ് അലീന അച്ഛന് വേണ്ട ജ്യൂസായിട്ട് വരുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ തോക്കെടുത്ത് വെക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് അലീന അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. അച്ഛൻ എന്തിനാ ഇത് ഇപ്പൊ എടുത്തെന്ന് ചോദിക്കുമ്പോ ഞാനിതൊന്ന് തുടച്ച് പോളിഷ് ചെയ്ത് വെക്കുന്നു, അത്രേ ഉള്ളൂ, അച്ഛന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാന് ഇതിന്റെ ലൈസൻസിന് അപ്ലൈ ചെയ്ത സമയത്ത് അവരന്വേഷിച്ചിട്ട് എനിക്ക് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ പാസ്സാക്കി വിട്ടത്. ഇതച്ഛ വല്ലാത്തൊരു മറുപടി ആയി പോയി. മോളെ, ബാലേന്ദ്രൻ ഒറ്റയ്ക്കാണ്, ബന്ധുബലമില്ല, കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഗുണ്ടകളോ ആരുമില്ല, ബാലേന്ദ്രൻ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയല്ലേ, ഇതിന്റെയൊക്കെ പ്രയോജനം എന്താണെന്നുള്ള കാര്യം ഞാനിപ്പോ മനസ്സിലാക്കി വരികയാണ്. നിനക്ക് ഇത് കണ്ടിട്ട് പേടിയാവുണ്ടോന്ന് ചോദിക്കുമ്പോ അലീന ആ എന്ന മട്ടിലെ തലയാട്ടാണ്. അത് കേട്ട ഉടനെ തന്നെ ബാലേന്ദ്രൻ തോക്കെടുത്തിട്ട് ഡ്രോയറിനകത്ത് വെക്കുന്നുണ്ട്. ഇപ്പോ ഓക്കെ അല്ലേ ചോദിക്കുമ്പോ ഓക്കെ അല്ല. ശരി, നീ എന്ത് ജ്യൂസാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? നെല്ലിക്ക. സാധാരണ എനിക്ക് മിൽക്ക് ഷേക്ക് ആണ് ഇഷ്ടം, പിന്നെ ഹാർട്ട് പേഷ്യന്റിന് മിൽക്ക് ഷേക്ക്, മര്യാദയ്ക്ക് ഇത് കുടിക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് അലീന. തുടർന്ന് രേവതിക്കുട്ടിയും ഗ്രേസിയും മാമച്ചനും കൂടി ചേർന്നിട്ട് നെടുമ്പുരയ്ക്കൽ വീട്ടില് എത്തിയതിനു ശേഷമാണ് കാണിക്കുന്നത്. കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് അലീനയാണ് വന്ന് തുറങ്ങുന്നത്. ആ അങ്കിളും ആന്റി ആണോന്ന് ചോദിക്കുന്നുണ്ട്. അങ്കിളും ആന്റി അല്ല, ഞാനാണ് കോളിംഗ് ബെൽ അടിച്ചെന്നുള്ള കാര്യം രേവതിക്കുട്ടി പറയുകയാണേ. അത് കഴിഞ്ഞ് അലീനയെ കെട്ടിപ്പിടിച്ചും കൊണ്ട് എന്താ കണ്ടിട്ട് ഒരു തണുത്ത മട്ട്, എന്നോടുള്ള സ്നേഹമൊക്കെ പോയെന്ന് ചോദിക്കുകയാണെ. നിന്നോടുള്ള സ്നേഹം എങ്ങനെ പോവാനാണ്, അത് ജീവിത അവസാനം വരെ ഉണ്ടാകും, അങ്ങനെ പോകുന്ന സ്നേഹമൊന്നുമല്ല, ജീവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, എനിക്ക് അതും വേണമെന്ന് രേവതിക്കുട്ടിയുടെ മറുപടി കേൾക്കുമ്പോ ഞാൻ തോറ്റു എന്ന് പറയാണ് അലീന. അവരുടെ അടുത്തേക്ക് ഉള്ളിലേക്ക് കയറി വരാൻ വേണ്ടി പറഞ്ഞ് വൈജയന്തിക്ക് അരികിലേക്ക് ചെന്നിട്ട് ഇതാണ് വൈജയന്തി മേഡം എന്ന് അലീന പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ട വൈജയാണെന്നുണ്ടെങ്കിൽ ഇതാരാന്ന് ചോദിക്കുകയാണേ. ഇതാണ് രേവതിക്കുട്ടി, എന്റെ അനിയത്തി. ഓ, നിന്നെ പോലെ തന്നെ അനാഥാലയത്തിൽ വളർന്ന്
പെണ്ണ് അല്ലേ? ഇത് കേട്ട രേവതിക്കുട്ടി ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ അതേ രൂപം, അതേ സംസാരം, ഒരു മാറ്റവും ഇല്ല. അത് കഴിഞ്ഞ് ഗ്രേസിന്റെയും അതുപോലെ തന്നെ മാമച്ചനങ്ങളിനെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഇവരൊക്കെ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ്. കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതെങ്കിൽ നല്ല കാര്യം. കുറെ നാളായി ഇവിടുന്ന് പോ എന്ന് പറയുന്നു. പോവാതെ ഇവിടെ നിൽക്കുകയാണ് ശല്യം. ഞങ്ങള് ഇവളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. വലിച്ചെറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും കടിച്ചു തൂങ്ങി നിൽക്കും. ഇത് കേട്ട ഗ്രേസി ആണെന്നുണ്ടെങ്കിൽ മനസ്സിലായി, ഞങ്ങള് കൊണ്ടുപോകാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. കൊണ്ടുപോയിക്കോ, കുറച്ചുനാൾ കഴിയുമ്പോൾ അനുഭവിച്ചോളും. തുടർന്ന് അലീന അവരടുത്ത് പറയുന്നുണ്ട്, അങ്കിൾ നമുക്ക് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയെന്ന്. എന്നിട്ട് അവരെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവാണേ. റൂമിൽ ചെന്നിട്ട് ഇത് മുത്തശ്ശിയുടെ മുറിയാണ്, ഞാനും എവിടെയാണ്, മുത്തശ്ശിയെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടാക്കിയോട് കൂടിയിട്ട് ഞാൻ ഈ മുറിയിൽ തനിച്ചായി. ഇത് മുത്തശ്ശിക്ക് സുഖമില്ലാണ്ടിരിക്കുന്ന സമയത്ത് മേടിച്ച കട്ടിലാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അലീന പറയുന്ന സമയത്ത് മോളെ നീ എവിടെ കിടക്കാറ് എന്ന് ഗ്രേസി ചോദിക്കുന്നുണ്ട്. ഞാനിതാ ഈ കോസരി നിവർത്തിയിട്ട് ഒറ്റ കിടപ്പാണ്, പിന്നെ 5 മണിക്കേ അറിയത്തുള്ളൂ. താഴെയാണ് അലീന കിടക്കുന്നതെന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ഗ്രേസിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. തുടർന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട്, എനിക്ക് അങ്കിളും ആന്റി ഒരുക്കി തന്ന സൗകര്യങ്ങളൊന്നും ആർക്കും കിട്ടിക്കാണില്ല. ഞാൻ സപ്രപഞ്ചത്തിലല്ലേ കിടക്കുന്നത്. എന്റെ അത്രയും ഭാഗ്യമുള്ളവര് ആരും ഉണ്ടാവില്ല. അത് കേട്ട് ഗ്രേസിക്കും അതുപോലെ തന്നെ മാമച്ചനും സന്തോഷാവുന്നുണ്ടേ. തുടർന്ന് അലീനയാണെങ്കിൽ എനിക്കിത് മതി, ഒരു കട്ടിലിട്ട് തരണം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് തരും. പക്ഷെ എനിക്ക് ആ മൂല കിടക്കുന്ന സുഖം മറ്റെവിടെയും കിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഒരു കട്ടിലും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നീങ്ങാൻ പോലും സ്പേസ് ഇല്ലല്ലോ. അത് ശരിയാണെന്ന് രേവതിക്കുട്ടിയും പറയുകയാണേ. അത് കഴിഞ്ഞ് അലീന ബാലേന്ദ്രൻ സാറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാരും കൂട്ടിയിട്ട് മുകളിലേക്ക് പോവാണ്. മാമച്ചനങ്ങളെയും ഗ്രേസിന്റെയും അതുപോലെ തന്നെ രേവതിക്കുട്ടിയും ഒക്കെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അലീന. തുടർന്ന് മാമച്ചൻ ബാലേന്ദ്രന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇടയ്ക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേട്ടല്ലോ, ഇപ്പോ ഭേദായോ? ഭേദായി വരുന്നു, മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം. അലീന ഇവർക്ക് ചായയോ കാപ്പിയോ അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ അവര് വേണ്ടാന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാന്ന് പറയണേ. ഇതൊക്കെ ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത്, എടുത്ത് കൊടുക്കല്ലേ വേണ്ടത്. ഞങ്ങള് അവളുടെ അടുത്ത് വേണ്ട എന്നുള്ള കാര്യം തറപ്പിച്ച് പറഞ്ഞത് കൊണ്ടാണ്. താഴെ ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണം അത്ര നല്ലതല്ല എന്ന് ഗ്രേസി പറയുന്ന കേട്ട ഉടനെ അത് മുൻകൂട്ടി അറിയില്ലായിരുന്നോ? നീ അലീന വൈചാര സ്വഭാവം ഇവരെടുത്ത് പറഞ്ഞില്ലായിരുന്നോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ പറഞ്ഞായിരുന്നു. ഞങ്ങള് അലീനയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് മാമച്ചൻ പറഞ്ഞ കേട്ട ഉടനെ അങ്ങനെ നിങ്ങൾ വരുന്ന കാര്യത്തെക്കുറിച്ച് അലീന എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, രേവതിക്കുട്ടി രാവിലെ പുറപ്പെടുന്ന സമയത്താണ് വരുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. അവരെല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ച് വന്നതായതുകൊണ്ട് ഇനി കണ്ടു ഞങ്ങൾ പോവാണെന്ന് പറയാണ്. അലീന നീ ഇവരുടെ കൂടെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്നോട് പൊക്കോളാൻ വേണ്ടി പറഞ്ഞതല്ലേ. രേവതിക്കുട്ടി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പഠിക്കുകയാണ്. ആര് പഠിപ്പിക്കുന്നു? അങ്കിളും ആന്റിയും കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് മാമച്ചനും ഗ്രേസിയും ചോദിച്ചിട്ട് അങ്ങ് ഇറങ്ങുവാണേ. എറണാകുളത്ത് വരുന്ന സമയത്ത് അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങുന്നത്. രേവതിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അലീനയെ വേഗം തന്നെ വലിച്ചങ്ങ് കൊണ്ടുപോവാണേ. അലീന പോകാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം എടുത്തോളാൻ വേണ്ടിയിട്ട് രേവതിക്കുട്ടി പറയുമ്പോൾ എന്തായാലും മോളെ എനിക്ക് തിരിച്ചിങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറയുകയാണേ. ചേച്ചി എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്? ബാലേന്ദ്രൻ സാർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗൗരവം, പിന്നെ ആ വൈജി ഉണ്ടല്ലോ അവളാണെങ്കിൽ അതിനും കഷ്ടം എന്നൊക്കെ പറയുമ്പോൾ മോളെ നീ വല്ല പറയുന്നു പറയാണേ. എന്തായാലും ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് കയറുന്നുണ്ട് അലീന. അലീന റെഡി ആയിട്ട് ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അതേസമയം ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ശിവേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞല്ലോ അലീന ഇന്ന് എറണാകുളത്തേക്ക് പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച് കേട്ടു. എന്തായാലും അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി കുറയൊന്ന്. അതിനെ കുറിച്ച് ഓർത്ത ഉടനെ തന്നെ ബെല്ലടിക്കുവാണ്. അലീന പോകാൻ വേണ്ടി ഇറങ്ങുവാണല്ലോ. അത് സാറ് എന്നെ വിളിക്കുന്നതാണ്, ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവരുടെ അരികിൽ നിന്ന് പോവാണേ അലീന. അലീന അരികിലേക്ക് ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് പോകാൻ വേണ്ടി റെഡി ആയാലേ എന്ന്. അതേ അച്ഛാ ഇറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പറയുന്നത് പോണ്ട എന്നാണേ. അതെന്താ വെച്ചാ ഇപ്പൊ അങ്ങനെ പറയുന്നത്? നിന്നെ എനിക്ക് വിടാനൊരു വിശ്വാസക്കുറവ്. എന്താ വെച്ചാ ഞാൻ തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ടാണോ? അല്ല, എന്റെ അടുത്ത് നീ സുരക്ഷിതയാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്താ സംഭവിക്കാന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എന്ത് സംഭവിക്കാനാണ് വെച്ചാ അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല. കൊല്ലപ്പള്ളിയിൽ നിന്ന് അവര് പുറപ്പെട്ടു കഴിഞ്ഞു ഒരു സംഘം. അവര് വരുന്നതിന് മുമ്പ് ഞാൻ പോകുന്നതല്ലേ നല്ലത്? അല്ല, നീ പോകണ്ട. നീ പുറത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗാർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർക്ക് മാമച്ചനെ വീണ്ടും കണ്ടുപിടിക്കാം, അവിടെ വന്ന് ഭീഷണിപ്പെടുത്താം, ബ്രെയിൻ വാഷ് ചെയ്യാം, അപായപ്പെടുത്താം. ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞത്.